Hi friends, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഇഫ്താർ സ്പെഷ്യൽ ആയിട്ട് ഒരു നോമ്പുതുറ വിഭവം തന്നെ തയ്യാറാക്കാം. ഇതൊരു മലബാർ ട്രഡീഷണൽ വിഭവം കൂടിയാണ്. കുഞ്ഞിപ്പത്തൽ, കുഞ്ഞിപ്പത്തിരി, കക്ക റോട്ടി അങ്ങനെ പല പേരുകളിൽ പല സ്ഥലങ്ങളിൽ ഇത് അറിയപ്പെടും. ഞാനിപ്പോൾ ചിക്കൻ കുഞ്ഞിപ്പത്തലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. സാധാരണ രീതിയിൽ ട്രഡീഷണൽ രീതിയിൽ തയ്യാറാക്കുമ്പോൾ ബീഫ് ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കാറ്. പക്ഷെ ഇപ്പോൾ എന്ന് പറയുന്നത് ഒരുപാട് വേരിയൻസ് കാര്യങ്ങളുണ്ട്. ഫിഷൊക്കെ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കണേന്ന് നോക്കാം. കുഞ്ഞിപ്പത്തൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വറുത്തരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുഴുങ്ങലരി വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അരച്ചെടുത്തിട്ട് ആ ഒരു രീതിയിലൊക്കെ ട്രഡീഷണൽ രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഇത് എളുപ്പത്തിലുള്ള രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ. ഞാനിവിടെ 2 കപ്പ് അളവിലാണ് വറുത്ത അരിപ്പൊടി എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പത്തിരിപ്പൊടി ആണെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 1 കപ്പ് നാളികേരം ചിരകിയതാണ്. ഇതിലേക്കൊരു 3 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് പെരിഞ്ജീരകം നമുക്ക് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ അളവ് വരെ ഉപയോഗിക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായിട്ട് ഒതുക്കിയൊക്കെ എടുക്കാമെന്ന് പറയില്ലേ, അത്യാവശ്യം ഒന്ന് അരഞ്ഞു വരണം. ആ ഒരു രീതിയിൽ തന്നെ എടുക്കാം. ഇതിപ്പോൾ കണ്ടോ, ഞാൻ ഇതുപോലെ ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒതുക്കിയെടുത്ത ഒരു നാളികേരത്തിൻ്റെ മിക്സ് നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം നാളികേരമൊക്കെ അത്യാവശ്യം നല്ല അളവിൽ ചേർക്കുമ്പോഴായിരിക്കും ഇത് നല്ല ടേസ്റ്റി ആയിട്ട് വരാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്കിതൊന്ന് കൈവച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഉള്ളിയുടെയും അതുപോലെ പെരിഞ്ജീരകത്തിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തത്. അപ്പോൾ അതിനനുസരിച്ചാണ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഓരോ അരിപ്പൊടിക്ക് അനുസരിച്ചും വെള്ളത്തിൻ്റെ അളവിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ആദ്യം നമുക്കൊരു 3 കപ്പ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കണം. ഈ പൊടി എല്ലാവരും നന്നായിട്ട് തന്നെ ഒന്ന് നനഞ്ഞു വരണം. ഞാനൊരു 1/4 കപ്പും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് മതിയാവും. അപ്പം മൊത്തത്തിൽ ഞാനിതിലേക്ക് 3/4 കപ്പാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മളിത് ഇതുപോലെ എടുത്തിട്ട് തൊട്ട് നോക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. കണ്ടില്ലേ? ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ചെറുതായിട്ടൊന്ന് തണുത്ത് വരട്ടെ. ഒരു 5 മിനിറ്റ് സമയം ഞാൻ അത് അടച്ചു വെക്കണം കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ കുഴച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കാം. ഇതിലിപ്പോൾ ചെറിയ ചൂടുണ്ട് കേട്ടോ. കുറച്ച് ചെറിയ ചൂടോടുകൂടി കുഴച്ചെടുക്കുമ്പോഴായിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് വരാം. ഇതിപ്പോൾ കണ്ടോ, ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഇനി ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി ഇതുപോലെ പതുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിൽ. എണ്ണ നമ്മൾ പരട്ടി കൊടുക്കണത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു ഷേപ്പിൽ നമ്മൾ എടുക്കണതിൻ്റെ ഒരു കാര്യം, നമ്മൾ തയ്യാറാക്കണ ഒരു ഗ്രേവി ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ആക്കിയെടുക്കുക. കുറച്ച് സമയം എടുക്കും ഇതിങ്ങനെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളുടെ അടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ റെഡിയാക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതേ കുട്ടികൾ ഇവിടെ ഇത് ഉരുട്ടിയെടുക്കുന്നുണ്ട് അല്ലേ ചോദിച്ചു? അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ചിക്കൻ കറി ഉണ്ടാക്കാം. ഇത് റെഡി ആയിട്ട് വരട്ടപ്പോഴേക്കും. ഇനി ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 10 അല്ലി വെളുത്തുള്ളി ചതച്ചത് കേട്ടോ. ഒരു 3 പച്ചമുളക്. ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഇത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് സവാള മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 വലിയ സവാളയാണ് നീളത്തിൽ മുറിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് അധികം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു റെസിപ്പി ശരിക്കും ട്രഡീഷണലായിട്ട് ചെയ്യുന്നത് ബീഫ് ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ ചിക്കൻ ഉപയോഗിച്ചിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ കേട്ടോ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. സവാള ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്.
വെള്ളം ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കുഞ്ഞിപ്പത്തൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇവിടെ കുറച്ച് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കണമെന്നില്ല കേട്ടോ, നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതുള്ളൂ. നമ്മൾ എണ്ണ തടവിയിട്ടാണ് പ്ലേറ്റിൽ ഇത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3 പ്ലേറ്റിൽ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇതിനി അടച്ചു വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇത് സ്റ്റീം ചെയ്തെടുക്കാം. ഒരുപാട് സമയത്ത് വേവിക്കണ്ട കേട്ടോ, ഇത് ഹാർഡായിട്ട് മാറും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ, നമുക്കിത് തുറന്നു നോക്കാം. കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നോക്കുമ്പോൾ ഇത് ഒട്ടിപ്പിടിച്ച പോലെയൊക്കെ തോന്നുന്നുണ്ടോ, പക്ഷെ തണുത്ത് കഴിയുമ്പോൾ ഇത് വിട്ട് വിട്ട് വരും. അപ്പോൾ ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. കണ്ടില്ല, അങ്ങനെ കാര്യമായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, വേറെ വേറെ തന്നെയാണ് കിടക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിലും അത് നമുക്ക് ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് റെഡി ആയിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലേക്ക് വെക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, 3 ടീസ്പൂൺ നിറയെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 2 ടീസ്പൂൺ, എല്ലാം കൂടി വന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊന്ന് മാറിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 നല്ല പഴുത്ത തക്കാളിയാണ് ഞാൻ മുറിച്ചിട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരട്ടെ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒരു വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു കോക്കനട്ട് പേസ്റ്റ് തയ്യാറാക്കണം. ഞാനിവിടെ ഒരു നാളികേരത്തിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. പിന്നെ ഒരു 7 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ നിറയെ പെരിഞ്ജീരകമാണ് കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഞാനിതിപ്പോൾ ചിക്കൻ കറിയിലേക്കാണ് ചേർക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞിപ്പത്തലുണ്ടല്ലോ, കുഞ്ഞിപ്പത്തൽ തയ്യാറാക്കിയിട്ട് അതിലേക്ക് ഇത് വേണമെങ്കിൽ മിക്സ് ചെയ്ത് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ, കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇത് തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1.25 കിലോ ചിക്കനാണ് കേട്ടോ. ചിക്കൻ ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഇത് എല്ലോട് കൂടിയ ചിക്കനാണ്. എല്ലോട് കൂടിയ ചിക്കൻ ആകുമ്പോഴാണ് കൂടുതൽ ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നോളൂ കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കുറച്ച് ഗ്രേവിയൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. ചിക്കൻ വെന്ത് വരണ്ടേ, ഈ ഒരു ഗ്രേവിയിൽ തന്നെ കിടന്ന് ചിക്കൻ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഗരം മസാലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ അളവിൽ ഗരം മസാല നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി തീ കുറച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ കുഞ്ഞിപ്പത്തിരിയൊക്കെ ഇവിടെ റെഡിയാണ്. അടിപൊളിയായിട്ട് റെഡി ഇട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് മെജോറിറ്റി കുട്ടികൾ ഇനിയാണ് ഉണ്ടാക്കിയെടുത്തത്. ഞാൻ വളരെ കുറച്ച് മാത്രമേ ഉരുട്ടിയെടുത്തുള്ളൂ. എന്നാലും ഷേപ്പിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്, കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് മാക്സിമം കനം കുറച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക കേട്ടോ, അപ്പോഴായിരിക്കും ടേസ്റ്റി ആയിട്ട് വരിക. ഒരുപാട് വലുതാക്കി ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് നന്നായിട്ട് വരില്ല. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കൻ ആവശ്യത്തിന് തന്നെ വെന്ത് എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ട് ഇതിൽ ആവശ്യത്തിന് ഒരു ഗ്രേവി ഉണ്ട് കേട്ടോ. നമ്മളിതുവരെ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇനി നേരത്തെ അരച്ചു വെച്ച ഒരു നാളികേരത്തിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഗ്രേവിയുടെ ആവശ്യമില്ല നമുക്കിതിന്. അപ്പോൾ ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതുപോലെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ ഇരിക്കണം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് ഗ്രേവി ഇതിലുണ്ട്.
ഇനിയിപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഈ കുഞ്ഞിപ്പത്തലും ചിക്കൻ കറിയും കൂടെ മിക്സ് ചെയ്തെടുക്കണേന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് ഈ ചിക്കൻ കറിയും കുഞ്ഞിപ്പത്തലും കൂടി മിക്സ് ചെയ്തെടുക്കാൻ. ഇതിലേക്ക് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. ശരിക്കും ട്രഡീഷണൽ രീതിയിൽ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എനിക്ക് നെയ്യുടെ ടേസ്റ്റ് അത്രയ്ക്ക് താല്പര്യമില്ലാത്ത കാരണമാണ് വെളിച്ചെണ്ണ ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി, ഒരു 5-6 ചെറിയുള്ളി മുറിച്ചതിട്ട് കൊടുക്കാം. ഈ ഉള്ളി നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇപ്പം കണ്ടോ, ഉള്ളി നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് മതി. ഇതിലേക്ക് നമുക്കിനി ചിക്കൻ കറി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കണില്ല കേട്ടോ ചിക്കൻ കറിയും കുഞ്ഞിപ്പത്തലും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കുഞ്ഞിപ്പത്തലിൻ്റെ കൂടെ ചിക്കൻ കറി കൂട്ടി അങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം കേട്ടോ. ഇനി കുഞ്ഞിപ്പത്തൽ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഒട്ടി പിടിക്കണോ ഒന്നും തന്നെ ഇല്ല. ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കനും കുഞ്ഞിപ്പത്തലും ഏകദേശം ഒരേ രീതിയിൽ ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ചിക്കൻ ഉണ്ടാകുമ്പോഴായിരിക്കും നല്ല ഫ്ലേവറോട് കൂടിയിട്ട് വരിക. കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം കാണുമ്പോൾ കുറച്ച് ലൂസ് പോലെ തോന്നും, പക്ഷെ ഇതൊന്ന് എന്താ പറയുക, കുറച്ച് സമയം നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് കുത്തി അങ്ങോട്ട് ഉടക്കരുത് കേട്ടോ. കുഞ്ഞിപ്പത്തല ഒന്നും എന്താ പറയുക പൊടിഞ്ഞു പോരുത്. ഒരു 5 മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്കിത് തുറന്നു നോക്കാം. ഈ കുഞ്ഞിപ്പത്തിരി ചിക്കൻ്റെ ഗ്രേവിയൊക്കെ അത്യാവശ്യം നല്ലപോലെ അബ്സോർബ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി കഴിക്കുന്നേക്കാളും ഒന്നിരുന്നതിന് ശേഷം കഴിക്കുമ്പോഴായിരിക്കും ഒന്നും കൂടി നല്ല ടേസ്റ്റ് വരാം കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുഞ്ഞിപ്പത്തൽ അല്ലെങ്കിൽ കുഞ്ഞിപ്പത്തിരി കക്കറോട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.